MLA എന്നെല്ലാം പറയുമ്പോൾ നമുക്കൊരു പ്രിവിലേജ് ഒക്കെ ചിന്തിക്കുമല്ലോ എല്ലാവർക്കും. അവർക്ക് കുറെ സാറിന് എന്താ തോന്നുന്നത് ശരിക്കും നിങ്ങൾക്കുള്ള പ്രിവിലേജ്? ഇപ്പം 50,000 രൂപ ഉള്ളൂ സാലറി. ഇപ്പം 50,000 രൂപയുള്ളോ? ആ, പിന്നെ അലവൻസ് മീറ്റിങ്ങിനൊക്കെ പോയാൽ അലവൻസ് കിട്ടും. അതെല്ലാം കൂടി ചേർത്ത് ചിലപ്പം 10, 50, 60 വരും, 60, 70 വരും. അപ്പൊ ഇത്ര വർഷമായിട്ട് നിങ്ങൾക്ക് ഇൻക്രിമെന്റും കാര്യങ്ങളും ഒന്നും അതാണ് ആള് ധരിക്കുന്നത്. ഭയങ്കര MLA എന്ന് വെച്ചാൽ ഭയങ്കര ശമ്പളമാണ്. ആൾക്ക് അറിയില്ല അതൊന്നും. അതാ ഞാൻ ചോദിച്ചത്. 82-ൽ 25,000 ആണെങ്കിൽ ഇന്ന് 50,000 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓർമ്മ. അപ്പൊ അതേപോലെ തന്നെ നമുക്കുള്ള ഒരു പ്രിവിലേജസ് ഉണ്ടാ ഒരു MLA എന്ന നിലയിൽ. അന്ന് അംബാസിഡർ കാറായിരുന്നിരിക്കും അല്ലേ അതെ, അന്ന് അംബാസിഡർ കാറൊന്നുമില്ല. അത് നമ്മൾ തന്നെ നമ്മുടെ കാറ്. നമ്മള് കാറ് വാങ്ങിക്കാൻ ലോൺ തരും, വീട് വെക്കാൻ ലോൺ തരും. ഇൻട്രസ്റ്റ് കൊടുക്കണം. ഇൻട്രസ്റ്റ് ഫ്രീ ആണെന്ന് തോന്നുന്നു അല്ലേ? പിന്നെ ഉള്ളത് ബസ് ഫ്രീ ആണ്, ബസ് യാത്ര, KSRTC. ഓക്കെ. അത് നമ്മൾ എന്താ പറയണേ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കുള്ള അലവൻസുകൾ പോലെയാണോ? അത് ഫ്രീ ആണ്, ഫ്രീ ആണ് KSRTC ബസ്. ഓക്കെ. പിന്നെ റെയിൽവേ കൂപ്പൺ തരും MLA മാർക്ക്. ഓക്കെ. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, കാരണം എനിക്ക് MP ആയിരുന്നുകൊണ്ട് XMPC ട്രെയിനിങ് ഫ്രീ ആണ്.